PS സുരേഷ്, ഇവിടെ ഇപ്പോൾ നമ്മൾ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 20 ലക്ഷം രൂപ വാങ്ങി എന്ന് പറയാൻ ഒരു പരാതി കൊടുക്കാനോ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാനോ ആളില്ല. അങ്ങനെ ഒരു പരാതിക്കാരില്ല. ഈ സോ കോൾഡ് പരാതിക്കാരെ ബന്ധപ്പെടുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിക്കകത്ത് വന്നിട്ടുള്ള പരാതി അവരുടെ പരിശോധന എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ PC ആക്ടൊക്കെ അനുസരിച്ച് അന്വേഷിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ആർക്കെങ്കിലും ആവലാതി വേണം. ആർക്കും ആവലാതി ഇല്ലാത്ത വിഷയം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കില്ലേ? ശ്രീ അഭിലാഷിൻ്റെ ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിനും അതോടൊപ്പം തന്നെ CPM-നും മടിയിൽ കനമില്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനോട് പറഞ്ഞ് സുവോമോട്ടോ ഒരു കേസെടുപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണിത്. കാരണം ഇത് അഴിമതിയെ സംബന്ധിച്ചുള്ള വിഷയമാണ്. ഇത് അല്ലെങ്കിൽ തന്നെ ക്രിമിനൽ കേസിൻ്റെ പശ്ചാത്തലത്തിൽ കേസെടുപ്പിക്കാൻ സാധിക്കുന്ന വിഷയമാണ്. ഇവിടെ നേരത്തെ താങ്കൾ തന്നെ ശ്രീ റെജി ലൂക്കോസിനോട് ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഇത് പുറത്തു വരണം, ഇതിൻ്റെ വസ്തുതകൾ പുറത്തു വരണമെന്ന് CPM-നും റിയാസിനും ചിന്തിച്ചുകൂടാ? അതിനുവേണ്ടിയുള്ള നടപടികളെടുക്കാൻ അവരെ അകറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ അതിന് ധൈര്യം അവർക്ക് നൽകാത്തതിന് കാരണമെന്ത് എന്നുള്ള ചോദ്യം കേരളത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഇവിടെ ഓരോരുത്തരുടെയും പാരമ്പര്യമൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഇന്നേ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ടോ, അദ്ദേഹം എങ്ങനെയാണ് വളർന്നത്, പശ്ചാത്തലം നിങ്ങൾ അറിയണ്ടേ എന്നൊക്കെയാണ് ചോദിച്ചത്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ശ്രീ റെജി ലൂക്കോസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പശ്ചാത്തലവും പാരമ്പര്യവും ത്യാഗവും ആദർശനിഷ്ഠയും അതിനുവേണ്ടിയുള്ള ആ ജീവിതവും കമ്മ്യൂണിസ്റ്റ് ജീവിതവും അതൊക്കെ ഒരു പഴങ്കഥയാണ്, ഒരു പഴഞ്ചാക്കാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പരമ്പരാഗത നേതാക്കന്മാർ പോലും ഈ മാന്യതയും മര്യാദയും ധാർമ്മികതയും പാലിക്കുന്നില്ല എന്ന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നിരത്താൻ സാധിക്കുന്ന സ്ഥലം ഈ കേരളം തന്നെയല്ലേ? ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഈ 1 മണിക്കൂർ സമയം തികയാതെ വരും. അത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, DYFIക്കാർ വരെയുള്ളവർ. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത്, ഇവിടെ റിയാസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള മന്ത്രി, അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലും ഉണ്ട്, അതോടൊപ്പം തന്നെ ശ്രീ പിണറായി വിജയൻ്റെ കിച്ചൺ ക്യാബിനറ്റിലും ഉണ്ട്. ഈ 2 സംവിധാനത്തിലുമുള്ള ഒരൊറ്റ നേതാവേ ഈ കേരളത്തിലുള്ളൂ. അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആരാ? അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഈ തട്ടിപ്പുകാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് പണം വാങ്ങിയിരിക്കുന്നത് എന്നതാണ് ആരോപണം. ശരി, ഇതുപോലത്തെ ആരോപണം ആദ്യമായിട്ടല്ല CPM-നകത്ത് വരുന്നത്. ശ്രീ അഭിലാഷ്, കരുവന്നൂർ കേസിൽ CPM-ൻ്റെ AC മൊയ്തീനെതിരെയും CPM-ൻ്റെ കണ്ണൻ സഖാവിനെതിരെയും ഒക്കെ ആരോപണം ഉന്നയിക്കുകയും തെളിവുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമാണ്. അപ്പോൾ ഇതിൻ്റെ വസ്തുത ഈ കരുവന്നൂർ കേസ് ഉൾപ്പെടെയുള്ളത് ഇന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ PSC അംഗങ്ങൾക്ക് വേണ്ടി കോഴ വാങ്ങാൻ മന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം നാളെ യാഥാർത്ഥ്യമാകില്ല എന്ന് ആർക്കാ ഉറപ്പ്?